നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയിലേക്ക്. പുതിയ സെഗ്മെൻ്റാണ് നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്. എല്ലാ ദിവസവും രാത്രി 8:30 തൊട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ പല പല ചർച്ചകൾ, വാർത്തകൾ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പല സ്റ്റോറികളും സിനിമാ വാർത്തകളും ഒക്കെ തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംസാര വിഷയമാകുന്നതാണ്, അതായത് ധനുഷ്, രജനീകാന്ത്, കമൽഹാസൻ, ഇതൊക്കെ ഭയങ്കര ചർച്ചയാണല്ലോ. എന്താ കാര്യം? വേറൊന്നുമില്ല. ഇപ്പോൾ രജനീകാന്ത്, കമൽഹാസൻ്റെ സിനിമയ്ക്ക് ഒരു സംവിധായകനില്ല, അതാണ് പ്രശ്നം. അതായത് സുന്ദർ സി വഴി മാറിയല്ലോ. സുന്ദർ സി ആ വഴി അങ്ങ് പോയി. സുന്ദർ സി എന്ത് ചെയ്തു? സുന്ദർ സി ഒരു പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു, ഓക്കെ ടാറ്റ ബൈ ബൈ, ഞാനില്ല എന്ന് പറഞ്ഞു. എങ്ങനെ? പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട്. രജനീകാന്തും കമൽഹാസനും കൂടെ ചേർന്ന് സിനിമയൊക്കെ പ്രഖ്യാപിച്ച് സുന്ദർ സിയുടെ കൂടെ ഫോട്ടോ ഇട്ട് മാലയിട്ട് ഹാരമൊക്കെ ഇട്ടിട്ട് 2 ദിവസം കഴിയുമ്പോൾ ദാ കിടക്കുന്നു സുന്ദർ സി പോസ്റ്റ് ഇടുന്നു, ഞാൻ പോകുന്നു, ബൈ ബൈ, ഞാനില്ല ഈ പടത്തിൽ, എനിക്ക് വ്യക്തിപരമായ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് എന്നാണ് സുന്ദർ സി പറയുന്നത്. എന്തായാലും സുന്ദർ സി പോയ ഒഴിവിൽ കമൽഹാസനും രജനീകാന്തും കൂടെ ചേർന്ന് ഇപ്പോൾ സംവിധായകരെ തേടുകയാണ്. ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ സംവിധായകരെ തേടുന്നു, ഇത്ര മുതൽ ഇത്ര വയസ്സ് വരെയുള്ളവർക്ക് മുൻഗണന, പ്രായം ഇത്രയായിരിക്കണം, ഇത്ര സിനിമകളൊക്കെ ചെയ്യണം എന്നൊക്കെ ആയിരിക്കാം. കാരണം കുറേ സംവിധായകരെയൊക്കെ തേടിയിട്ടാണ് അവസാനം സുന്ദർ സിയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ധനുഷ് ഇപ്പോൾ സംവിധാന രംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് അമ്മായി അച്ഛൻ മരുമകനെ തേടി പോവുകയാണോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം വൈറലായി നിൽക്കുന്നത്. ഹാഷ്ടാഗ്സ് ധനുഷ്, ഹാഷ്ടാഗ് രജനീകാന്ത്, ഹാഷ്ടാഗ് കമൽഹാസൻ ഒക്കെ തന്നെ വളരെയധികം വൈറലായിട്ടും കൂടെ നിൽക്കുകയാണ്. ഒന്ന് കുടിച്ചോട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ധനുഷിനേക്കുള്ള സാധ്യതകൾ കൂടുകയാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് ധനുഷ് വരികയാണെങ്കിൽ എന്തായിരിക്കും വരിക? ധനുഷിൻ്റെ അവസാനത്തെ 2 സിനിമകൾ നോക്കിയേ. ധനുഷ് ആദ്യം കുറച്ച്, അതായത് ഈ 2 സിനിമകൾക്ക് മുന്നേ ആയിട്ട് സംവിധാനം ചെയ്ത അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നിലവക്ക് MLA ND ഗോപോ എന്നുള്ളതാണ്. അത് നിലവക്ക് മാത്രമല്ല, കണ്ട എല്ലാ ജനങ്ങൾക്കും കോപം ഉണ്ടായിട്ടാണ് ആ സിനിമ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ധനുഷ് തന്നെ നായകനായിക്കൊണ്ട് ഇഡ്ഡലി കട എന്നൊരു പടം ഇറക്കി. അത് പിന്നെ ഏത് വഴിക്ക് പോയെന്ന്, ഇഡ്ഡലി പോലും കഴിക്കാനുള്ള കാശ് പ്രൊഡ്യൂസറിന് കിട്ടിയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിൽക്കുകയാണ്. അത് അപ്പോൾ അവിടെയൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ധനുഷിൻ്റെ ഒരു പ്രശ്നവും കൂടി നിലനിൽക്കേ ഇനി ധനുഷ് സംവിധാനത്തിലേക്ക് വരികയാണെന്നുള്ളതാണ് ചോദ്യം. കാരണം ഇപ്പോൾ അവസാനമായി വന്ന ഈ ഫിലിമോഗ്രഫിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ര നല്ല പേരൊന്നുമല്ല ധനുഷിനുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ധനുഷിനെ സംവിധാന രംഗത്തേക്ക് കൊണ്ടുവരാനാണോ നോക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും സുന്ദർ സി വഴിമാറിയതോടുകൂടി കമൽഹാസൻ ഒരു കാര്യം പറഞ്ഞു. കമൽ എന്താ പറഞ്ഞത്? ഈ സിനിമ രജനി പടമാണ്, ഈ സിനിമ രജനി പടം ആയതുകൊണ്ട് തന്നെ രജനിക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രിപ്റ്റ്, രജനിക്ക് ഇഷ്ടപ്പെടുന്ന സംവിധായകൻ, ആ രീതിയിലെ ഞാൻ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് കമൽ പറയുകയും ചെയ്തു. പിന്നെ രജനിയുടെ അവസാനത്തെ ഫേസിലെ കരിയറിലാണ് രജനി എത്തി നിൽക്കുന്നത്. കാരണം അടുത്ത സിനിമ കമലിനോടൊപ്പം ചെയ്യുന്ന സിനിമ അതായിരിക്കും രജനിയുടെ അവസാനത്തെ സിനിമ എന്നുള്ളതും കൂടി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കമൽ രജനി കോമ്പിനേഷനിൽ വരുന്നൊരു സിനിമ, എത്രയോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നൊരു സിനിമയാണല്ലോ. ഇപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു പടവും കൂടി ആകുമ്പോഴേക്കും അത് ധനുഷായിരിക്കുമോ സംവിധാനം ചെയ്യുന്നത് ചോദ്യമുണ്ട്. ഇപ്പോൾ കാർത്തിക് സുബരാജിനെ തേടി പോകുന്നുള്ളതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ധനുഷാണ്. അപ്പോൾ അങ്ങനെ ധനുഷിലേക്ക് ഈ പ്രോജക്റ്റ് പോകുന്നുണ്ടോ, ധനുഷ് സംവിധാനം ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ആണ്. അതൊരു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ടോക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ രജനിയുടെ പടം സംവിധാനം ചെയ്യാൻ ഒരു സംവിധായകനില്ലേ എന്നൊരു ചോദ്യം കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനി കരുക്കൾ, ആരായിരിക്കും വരിക? ഇനി ധനുഷ് തന്നെ വരുമോ? ധനുഷിന് പകരം വേറെ ആരെങ്കിലും ഉള്ളതാണോ നറുക്ക് വീഴാനുള്ള സാധ്യത? ഒന്നും അറിയില്ല. പക്ഷെ പ്രഖ്യാപിച്ചൊരു സംവിധായകൻ തന്നെ പിൻവാതിലൂടെ തിരിച്ച് നടങ്ങിയിറങ്ങി പോകുന്ന ഒരു ഗതികെട്ട കാഴ്ച നമ്മൾ കണ്ടത് അടുത്തിടെയാണ്. അത് സുന്ദർ സി ആയിരുന്നു എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയട്ടെ. എന്തായാലും കമൽ തന്നെ നിർമ്മിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി നാളെ കമൽ പിന്മാറുകയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും രജനിക്ക് ഇനി സംവിധായകനെ വേണം. ആ സംവിധായകൻ സ്വന്തം മരുമകനെ തന്നെ കളത്തിലിറക്കാനുള്ള ഒരു പരിപാടിയാണോ എന്നുള്ളതൊക്കെ നോക്കിയിരുന്ന് കാണാം.